ആ വാ വാ. അളിയ റോഹിൻ ബായ് രത്ന ചേച്ചിയുടെ ഡ്രൈവറാ. രത്നപ്പയുടെ ഡ്രൈവറാണോ? അതെ അതെ. രത്നപ്പ സുഖമായിട്ടിരിക്കുന്നോ? ആ സുഖം തന്നെ. മാഡത്തിന് സുഖം തന്നെയാണോ? ആ സുഖമായിരിക്കുന്നു. രത്നപ്പയ്ക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? അതെ അതെ. രത്നപ്പ സുഖമായിട്ടിരിക്കുന്നു അല്ലേ? സുഖമാണ് സുഖമായിരിക്കുന്നു, വളരെ സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഒരു കുഴപ്പമില്ല അല്ലേ? നീ ഒന്നും കൂടെ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അതിനെന്താ? രത്നപ്പയ്ക്ക് സുഖം തന്നെയാണല്ലേ? എല്ലാവരും ഒരു കുഴപ്പമില്ല, നല്ല സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഒരു കുഴപ്പമില്ലല്ലോ? അയാളോട് കൂടെ വരാൻ പറ. അയ്യോ എന്നൊന്നും ചെയ്യല്ലേ, അടങ്ങി നിക്കണം. എന്നൊന്നും ചെയ്യല്ലേ. എനിക്ക് അയാളോട് സംസാരിക്കണം. ആ രത്നപ്പയോടും കൂടെ വരാൻ പറ, വരാൻ പറ. അയാൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അയാൾ ഓക്കെ അല്ലേ? ഇവ പറഞ്ഞു കേട്ടോ, അയാൾക്ക് ഒരു കുഴപ്പമില്ലെന്ന്. അയാൾ സുഖമായിട്ട് എല്ലാം ശരിയാക്കി തരാം, ഞാൻ നോക്കിക്കോളാം. പെട്ടെന്ന് അടിച്ചുവിടാം. മിണ്ടാതിരിക്കാനേ പറഞ്ഞത്. മിണ്ടാതിരിക്കടാ. ഒച്ച വെച്ച് ആളെ കൂട്ടാന്ന് നീ വിചാരിക്കണ്ട കേട്ടോ. മിണ്ടാതിരുന്ന ഒരു പ്രശ്നം മിണ്ടല്ലെന്നല്ലേ പറഞ്ഞത്. മിണ്ടാതിരിക്കടാ. നിന്റെ തലയും കൂടി ചീവി തരാം. ആ അമ്മ ഇവൻ എന്ത് ചെയ്യുന്നു നോക്കേ. പിന്നെ ബൈ ദ വേ ഇന്നലെ എന്തു പറ്റി? രത്തൻ എവിടെ പോയി? രത്തന്റെ വൈഫിന് സുഖമില്ല, ആശുപത്രിയിലാണ്. അങ്ങനെയാണോ? എടാ മോനെ, എടാ മോനെ, നിന്നോടാ. എന്തു പറ്റി? പ്രേതത്തിനോട് സംസാരിച്ചോണ്ടിരിക്കുവാണോ? ആഹാ കുസുമ, നീ എപ്പോഴാ എത്തിയത്? ഇപ്പളാ വന്നേ. ഇരിക്കോ? നീ ഇരിക്ക്. ജീവിതം ഇങ്ങനെ ഒരു വിചിത്രമായിട്ട് പൊക്കോണ്ടിരിക്കുന്നു. ഇതില് പ്രേതത്തിന്റെയും പിശാചിന്റെ കാര്യമൊക്കെ എങ്ങനെ പറയാനാ? പ്രേതം ഉണ്ടോ ഇല്ലയോ, നീ അതിനോട് സഹകരിച്ചില്ലെങ്കിൽ സന്തോഷം തന്നെ. എല്ലാം എങ്ങനെ പോന്നു? വളരെ ഈസിയാണ്, വലുതായിട്ടൊന്നുമില്ല. എന്റെ സ്വന്തം വീട്ടിലും പോയി, അച്ഛന്റെ വീട്ടിലും പോയി, സമാധാനത്തോടു കൂടി കുറച്ചു നേരം അവിടെ ചെലവഴിച്ചു. അത്രേ ഉള്ളൂ. ടൈം സ്പെൻഡ് ചെയ്തെന്നോ? അതിലെന്താ ഉള്ളത്? അവന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു. എന്താ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിങ്ങളുടെ ലൈഫ് വളരെ ഇഷ്ടമാണ്. അതിലെന്തോ ഒരു സ്പെഷ്യാലിറ്റി. നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിതം ഇങ്ങനെ പോകും. എന്റെ ചേട്ടൻ നിന്റെ ചേട്ടൻ റൂപാലി ബായ്, റൂപാലി ബായ്. നിന്റെ ചേട്ടൻ എന്റെ ചേട്ടൻ റൂപാലി ബായ്, റൂപാലി ബായ്. നിന്റെ ചേട്ടൻ എന്റെ ചേട്ടൻ റൂപാലി ബായ്, റൂപാലി ബായ്. കൊള്ളാലോ, കേക്ക് നല്ല രസമുണ്ട്. ഞാൻ പറയുന്നൊന്നും കേൾക്കില്ല. ആരാ ഇത്? ഇതാരാ? ഇവനാണ് ഗോള. ഇതാണ് ഞങ്ങളുടെ കുസുമ ചേച്ചി. നീ പറയുന്നതൊക്കെ ചേച്ചിക്ക് കറക്റ്റ് ആയിരിക്കും.
ഒരു കാര്യം അറിയാവോ, കുസുമ ചേച്ചി ബോട്ടയിലേക്ക് ഒരു തവണയെ വന്നിട്ടുള്ളൂ, പക്ഷെ പാസ്സായില്ല. എന്നാലും കുസുമ ചേച്ചിക്ക് ഒരു മിസൈൽ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അല്ല, അതിന്റെ മാർക്ക് എന്താ? ഓ, ഹരിക്കൻ. അത് ഹരിക്കൻ മാർക്ക് എന്ന് പറയും. കുസുമാപ്പ, എന്റെ മനസ്സൊട്ടും ശരിയല്ല. നിങ്ങൾ ഇവളോട് ഇലക്ഷനിൽ നിൽക്കാൻ പറ. ഞാനോ? ഞാൻ ഇലക്ഷന് നിക്കണമെന്നോ? കൊള്ളാലോ, ഭ്രാന്ത് പിടിച്ചോ? അതാണ് എൻ്റെ ആവശ്യം. അതെ, എനിക്കും അത് തന്നെയാ വേണ്ടത്. എനിക്കെന്താ വേണ്ടതെന്നറിയോ? തീർച്ചയായിട്ടും നീ എനിക്കായിരിക്കും വോട്ട് ചെയ്യുക. നീ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്ക്. ഒരാള് മുന്നിട്ടിറങ്ങുമ്പോൾ അവന്റെ പുറകിലായി അവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളും അവനെ വെറുക്കുന്നവരും കല്ലെടുത്ത് റെഡിയാവും. പക്ഷെ നിനക്ക് നല്ല ധൈര്യമുണ്ട്. ധൈര്യം മാത്രമല്ല, നിനക്ക് നല്ല വീറും വാശിയും എല്ലാം ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്. എനിക്ക് രാഷ്ട്രീയമൊന്നും അറിയില്ല. ഞാൻ വേണമെങ്കിൽ ചുമ്മാ നിക്കാം. രാഷ്ട്രീയത്തെ പറ്റി ഓർത്ത് എനിക്ക് വിഷമിക്കാനൊന്നും വയ്യ. നിനക്ക് നിന്റെ കുടുംബത്തിന് വേണ്ടി ഓടാൻ പറ്റുന്നുണ്ട്, സമൂഹത്തിന് വേണ്ടി ഓടാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും വേണ്ടി ഓടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിനക്ക് ഈ നാടിന് വേണ്ടിയും നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയും ഓടാൻ പറ്റും. നിനക്ക് തീർച്ചയായിട്ടും അതിൽ ജയിക്കാനും പറ്റും. ശരിക്കും? ഗുലാബ്, എന്ത് പറ്റി നിനക്ക്? കഷ്ടമാണെന്നറിയാം. എന്റെ ഉള്ളിൽ നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷെ കുറെ നാളുകൾക്ക് ശേഷം ആ വേദന എന്നെ വിട്ടു പോയി. ഈ ഗവൺമെന്റിനെ നേരായ വഴിക്ക് നടത്താൻ എനിക്ക് ഒരേ ഒരു നേതാവ് ഉണ്ടായാൽ മാത്രം മതി. ഒരേ ഒരു നേതാവ് മാത്രം ഉണ്ടായാൽ മതി. അതിനുവേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ആ ഒരുത്തം വരുന്നവരെ ഞാൻ കാത്തിരിക്കും. കാരണം എനിക്ക് ആ ഒരുത്തനെ മാത്രം മതി. മനസ്സിലാവുന്നില്ലേ? എന്താ സംഭവിച്ചത്? എന്താ നടക്കുന്നത്? ഈ പെണ്ണെന്താ ഒറ്റയ്ക്ക് പോകുന്നത്? എന്താ ഇത്രയും ആൾക്കാര് ഇവിടെ? കാര്യമായിട്ട് എന്താ സംസാരം? ഇതാണോ റൂബാലി? അതെ സർ, അവരാണ് ഈ ഹോട്ടലിലെ ഓണർ. ശരി, എന്തായാലും നോക്ക്. അമ്മേ, ആരാ ഇത് ചെയ്തത്? അവര് നമ്മുടെ കുടുംബമേ തകർത്ത് കളഞ്ഞു. അവര് നമ്മുടെ മൊത്ത കുടുംബത്തെ ഇല്ലാതാക്കിയ.